സോ ഗുഡ് ഈവനിങ്. നമ്മുടെ ഒരു 3-4 ഡേയ്സിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഹെമറ്റോളജിയിലേക്ക് വന്നേക്കാണ്. ഇന്ന് നമ്മൾ ഹെമറ്റോളജി ഫിനിഷ് ചെയ്യുന്ന നമുക്കൊരു ടോപ്പിക് മെയിൻലി ലിംഫോമയുടെ ഒരു ടോപ്പിക് മാത്രമേ ഉള്ളൂ ഹെമറ്റോളജിയിൽ ബാക്കിയുള്ളത്. സോ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഒരു ഫിസിയോളജി പാർട്ട് പറഞ്ഞു, ദെൻ ഫോളോഡ് ബൈ അനീമിയ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലുക്കീമിയയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രോണിക് ലുക്കീമിയ എടുത്തു, ഹെയറി സെൽ ലുക്കീമിയ, ക്രോണിക് ലുക്കീമിയ ആൻഡ് മൾട്ടിപ്പിൾ മൈലോമ വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. സോ ഇനി ബാക്കി ആയിട്ടുള്ളത് നമുക്ക് ലിംഫോമ മാത്രമാണ്. സോ നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ലിംഫോമ. സോ ലിംഫോമ എന്ന് പറയുമ്പോഴത്തേക്ക് ലിംഫോമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലിംഫോമ എന്ന് വെച്ചാൽ മാലിഗ്നന്റ് ട്യൂമേഴ്സ് അറേസിംഗ് ഫ്രം ദ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂന്ന് അറേസ് ചെയ്യുന്ന മാലിഗ്നന്റ് ട്യൂമർ ആയിരിക്കും ലിംഫോമ എന്ന് പറയുന്നത്. സോ എന്താണ് ലിംഫോയിഡ് ടിഷ്യൂസ്? നമുക്ക് എവിടെയും കാണുന്നത് ലിംഫോയിഡ് ടിഷ്യൂ യൂഷ്വലി കാണുന്നത് നമ്മുടെ ലിംഫ് നോഡ്സില്, സ്പ്ലീനില്, തൈമസില്, അപ്പൻഡിക്സില്, പെയേഴ്സ് പച്ചസിലൊക്കെ ആയിരിക്കും അധികമായിട്ടുള്ള ഈ നിയോപ്ലാസ്റ്റിക് ചേഞ്ചസ് അറേസ് ഈ ലിംഫോയിഡ് ടിഷ്യൂലൊക്കെ ആയിരിക്കും അധികമായിട്ട് നമ്മുടെ മാലിഗ്നന്റ് ചേഞ്ചസ് കാണാറുള്ളത്. സോ ലിംഫോമ ഇറ്റ് ഇസ് എ മാലിഗ്നന്റ് ട്യൂമർ അറേസിംഗ് ഫ്രം ദ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂൽ അറേസ് ചെയ്യുന്ന മാലിഗ്നന്റ് ട്യൂമറിനായിരിക്കും നമ്മുടെ ലിംഫോമ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം അക്യൂട്ട് ലുക്കീമിയ നോക്കുവാണെങ്കിൽ നിയോപ്ലാസ്റ്റിക് സെൽസ് എവിടെയായിരുന്നു? ബ്ലാസ്റ്റ് സെൽസിലാണ് നിയോപ്ലാസം ഉണ്ടായതെങ്കിൽ ക്രോണിക് ലുക്കീമിയയില് മെച്ചുവർ സെൽസിൽ. സോ ഇവിടെ എവിടെയായിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂല്. ലിംഫോയിഡ് ടിഷ്യൂലായിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. എവിടെ? ലിംഫോമയില്. സോ ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്? ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂനകത്ത് ഉണ്ടായിരിക്കുന്നത്. ലിംഫോയിഡ് ടിഷ്യൂസ് കൺസിസ്റ്റ് ഓഫ് ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും എവിടെ നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. സോ എന്തായിരിക്കും അവിടെ മെയിൻലി ഉണ്ടാകുന്നപ്പോൾ എന്തായിരിക്കും? ടിയും ബി ലിംഫോസൈറ്റ്സിനായിരിക്കും ഒരു ചേഞ്ചസ് ഉണ്ടാകുക ഇൻ ലിംഫോമ. സോ ലിംഫോമ എന്ന് പറഞ്ഞാല് ലിംഫോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മാലിഗ്നന്റ് ട്യൂമർ അറേസിംഗ് ഫ്രം ദ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂ അറേസിംഗ് ഒരു മാലിഗ്നന്റ് ട്യൂമർ ആയിരിക്കും. സോ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ലീഡ്സ് ടു ലിംഫോമ ആയിരിക്കും. ലിംഫോയിഡ് ടിഷ്യൂ അത് മെയിൻലി എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി ടി ആൻഡ് ബി ലിംഫോസൈറ്റ്സ് ആയിരിക്കും. ഇനി അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മേജർലി അത് എവിടെ നിന്ന് അറേസ് ചെയ്യുന്നു? ഒരു ലിംഫ് നോഡിൽ നിന്നാണെങ്കിൽ അത് നോഡൽ, അതർ ദാൻ ലിംഫ് നോഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എക്സ്ട്രാ നോഡൽ ലിംഫോമ എന്ന് പറയാം. സോ എവിടെ നിന്നാണോ അറേസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ലിംഫോമയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നോഡൽ ആൻഡ് എക്സ്ട്രാ നോഡൽ. ഇഫ് ഇറ്റ് ഈസ് ആൻ അറേസിംഗ് ഫ്രം ലിംഫ് നോഡ് ഓൺലി ദെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് നോഡൽ ലിംഫോമ. അത് വന്നിട്ട് ലിംഫ് നോഡ് അല്ലാണ്ട് സ്പ്ലീനിന്നോ തൈമസിന്നോ അപ്പൻഡിക്സിന്നോ പേയസ് പാച്ചസിന്നോ അതർ ദാൻ ലിംഫ് നോഡ് എവിടെന്നെങ്കിലും അറേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എക്സ്ട്രാ നോഡൽ ലിംഫോമ എന്ന് പറയും. ഇനി അതിന്റെ ഹിസ്റ്റോളജി ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ലിംഫോമയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹോട്ട്സ്കിൻ ലിംഫോമ ആൻഡ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. ഹിസ്റ്റോളജി അല്ലെങ്കിൽ ആ സെല്ലിന്റെ സൈസ് അതിന്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഹോട്ട്സ്കിൻ ലിംഫോമ ആൻഡ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് ക്ലാസിഫൈ ചെയ്യാം. സോ ലിംഫോമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ മാലിഗ്നന്റ് ട്യൂമർ അറേസിംഗ് ഫ്രം ദ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂൽ ഉണ്ടാകുന്ന ഒരു മാലിഗ്നന്റ് ട്യൂമർ ആയിരിക്കും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ. നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകും. ലിംഫോയിഡ് ടിഷ്യൂ എന്തായിരിക്കും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. രണ്ട് തരത്തിൽ അറേസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് അറേസിംഗ് ഫ്രം ലിംഫ് നോഡ്സ് അതിന് എന്തെന്ന് പറയും? നോഡൽ ലിംഫോമ എന്നും. ഇഫ് ഇറ്റ് ഈസ് അറേസിംഗ് ഫ്രം ദ എക്സ്ട്രാ നോഡൽ ആണെങ്കിൽ അതിന് എക്സ്ട്രാ നോഡൽ ലിംഫോമ എന്നും പറയും. ഹിസ്റ്റോളജിക്കലി നമ്മൾ ലിംഫോമയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഹോട്ട്സ്കിൻ ലിംഫോമ ആൻഡ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. സോ ഫസ്റ്റ് എന്താണ് ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് നോക്കാം. ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടൊരു സെല്ല് പ്രസന്റ് ആയിരിക്കും. അതായിരിക്കും നമുക്ക് അതിന്റെ പതോളജിയിൽ പറയുന്നത് ദ പ്രസൻസ് ഓഫ് റീഡ് സ്റ്റേൺബർഗ് സെൽസ്. റീഡ് സ്റ്റേൺബർഗ് സെൽസിന്റെ പ്രസൻസ് ആയിരിക്കും ഹോട്ട്സ്കിൻ ലിംഫോമയുടെ പതോളജിക്ക് കാരണമാകുന്നത്. എന്താണ് റീഡ് സ്റ്റേൺബർഗ് സെൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലാർജ് ബി സെൽ. ഒരു ലാർജ് ബി സെൽ ആയിരിക്കും റീഡ് സ്റ്റേൺബർഗ് സെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഹോട്ട്സ്കിൻ ലിംഫോമ വൈൽ ഇൻ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ നോക്കുകയാണെങ്കിൽ ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും ഇൻ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. സോ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ നോക്കുകയാണെങ്കിൽ റീഡ് സ്റ്റേൺബർഗ് സെൽസ് പ്രസന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി എ ലാർജ് ബി സെൽ ആയിരിക്കും. ഈ ലാർജ് ബി സെൽ, അപ്പൊ ബി സെൽ മാർക്കേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ? ബി സെല്ലിൽ മെയിൻലി മാർക്കേഴ്സ് ഏതൊക്കെയായിരിക്കും? CD10, CD20 ആൻഡ് CD19 ആയിരിക്കും ബി സെല്ലിന്റെ മാർക്കേഴ്സ്. ബട്ട് ഇൻ കേസ് ഓഫ് ഹോട്ട്സ്കിൻ ലിംഫോമയില് സ്പെഷ്യലൈസ്ഡ് മാർക്കേഴ്സ് ആയിട്ട് CD15 CD13 കാണും. ഓക്കെ, സോ
ലാർജ് ബി സെൽ ആയിരിക്കും ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മുടെ ബി സെൽ മാർക്കേഴ്സ് ഏതൊക്കെ ആയിരിക്കും? CD10, CD90 ആൻഡ് CD20. പക്ഷെ സ്പെഷ്യലൈസ്ഡ് ഫോർ ദിസ് ലാർജ് അല്ലെങ്കിൽ ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മാർക്കേഴ്സ് ആയിരിക്കും CD15ഉം CD13ഉം. സോ വാട്ട് ദിസ് ഈ ലാർജ് ബി സെൽസ് എന്തായിരിക്കും ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ, ഇത് സർട്ടൻ റിയാക്റ്റീവ് സൈറ്റോകൈനെ സെക്രീറ്റ് ചെയ്യും. ദിസ് ലാർജ് ബി സെൽസ് ഓർ റീഡ് സ്റ്റേൺബർഗ് സെൽസ് സെക്രീറ്റ് സർട്ടൻ റിയാക്റ്റീവ് സൈറ്റോകൈൻ. നമ്മൾ നേരത്തെ മൾട്ടിപ്പിൾ മൈലോമ പഠിച്ചപ്പോഴും പഠിച്ചായിരുന്നു, CLL പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, അത് സർട്ടൻ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്ന കാര്യം. സോ അതേപോലെ തന്നെ നമ്മുടെ റീഡ് സ്റ്റേൺബർഗ് സെൽസ് സർട്ടൻ സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ആൻഡ് വാട്ട് ദി സൈറ്റോകൈൻസ് വിൽ ഡു എന്ന് വെച്ചാൽ, ഇത് വന്നിട്ട് ലിംഫോസൈറ്റ്സിനെ, പ്ലാസ്മ സെൽസിനെ, മാക്രോഫേസിനെ ഒക്കെ അട്രാക്ട് ചെയ്യും. ഇറ്റ് അട്രാക്ട്സ് ലിംഫോസൈറ്റ്സ്, പ്ലാസ്മ സെൽസ് ആൻഡ് മാക്രോഫേജസ് വിച്ച് ലീഡ്സ് ടു ലിംഫോമ. Okay, so Hodgkin lymphoma, it is characterized by the presence of Reed Sternberg cells in the presence കാരണമായിരിക്കും Hodgkin lymphoma ഉണ്ടാകുന്നത്. എന്താണ് റീഡ് സ്റ്റേൺബർഗ് സെൽസ് നോക്കുകയാണെങ്കിൽ അതൊരു ലാർജ് ബി സെൽ ആയിരിക്കും. യൂഷ്വലി ഉള്ള ബി സെല്ലിന്റെ മാർക്കേഴ്സ് CD10, CD19, CD20 ആണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് മാർക്കേഴ്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസിന്. അത് ഏതൊക്കെയായിരിക്കും? CD15ഉം CD13ഉം. വാട്ട് ഇറ്റ് വിൽ ഡു, ഇതെന്താ ചെയ്യുന്നത്? ഇത് സർട്ടൻ സൈറ്റോകൈൻസ്, റിയാക്റ്റീവ് സൈറ്റോകൈൻസിനെ സെക്രീറ്റ് ചെയ്യുന്നു. അത് വന്നിട്ട് അഗ്രിഗേറ്റ് ചെയ്യും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും എന്തിനെയൊക്കെ? ലിംഫോസൈറ്റ്സിനെ, പ്ലാസ്മ സെൽസിനെ, മാക്രോഫേജസിനെ. അതായിരിക്കും നമുക്ക് എന്തുണ്ടാകാൻ കാരണമാകുന്നത്? ലിംഫോമ ഉണ്ടാകുന്നത്. സോ ഹിയർ നമ്മൾ ടിഷ്യൂല് നോക്കുകയാണെങ്കിൽ ലിംഫ് നോഡ്, പക്ഷേ ഇവിടെ നിയോപ്ലാസ്റ്റ് നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ നടക്കുന്ന എവിടെയായിരിക്കും നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദ റീഡ് സ്റ്റേൺബർഗ് സെൽസിലായിരിക്കും. മനസ്സിലായോ? നമ്മള് ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസ് വന്നിട്ട് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നു? റിയാക്റ്റീവ് സൈറ്റോകൈൻസ് സെക്രീറ്റ് ചെയ്യുന്നു. ആൻഡ് റിയാക്റ്റീവ് സൈറ്റോകൈൻസ് വന്നിട്ട് എന്തിനെ അട്രാക്ട് ചെയ്യുന്നു? നമ്മുടെ ലിംഫോസൈറ്റ്സിനെയും പ്ലാസ്മ സെൽസിനെയും മാക്രോഫേസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നു. സോ നമ്മൾ ടിഷ്യൂല് നോക്കുവാണെങ്കിൽ അധികമായിട്ട് കാണുന്നത് ലിംഫോസൈറ്റ്സും പ്ലാസ്മ സെൽസും മാക്രോഫേസും ഒക്കെ ആണെങ്കിലും ഒരിക്കലും ഒരു നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ഈ സെല്ലുകളുടെ ആയിരിക്കത്തില്ല. നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് എവിടെയായിരിക്കും? നമ്മുടെ റീഡ് സ്റ്റേൺബർഗ് സെൽസിന്റെ ആയിരിക്കും. ഓക്കെ, സോ അതായിരിക്കും ഹോഡ്സ്കിൻ ലിംഫോമയുടെ പതോഫിസിയോളജി എന്ന് പറഞ്ഞാൽ. ഇത് എങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യണമെന്ന് നോക്കുവാണെങ്കിൽ, പെയിൻലെസ് എൻലാർജ്മെന്റ് ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ത്രൂ ഔട്ട് ദ ബോഡി. പെയിൻഫുൾ എൻലാർജ്മെന്റ് ഉണ്ടായിരിക്കും ലിംഫോയിഡ് ടിഷ്യൂന്. ദാറ്റ് വിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സിംറ്റംസ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയാം. ഇനി ഇത് മോർ കോമൺ സെക്കൻഡ് ഡെക്കേഡ് ഓഫ് ലൈഫിലായിരിക്കും മോർ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് എന്താ? ഹോഡ്സ്കിൻ ലിംഫോമ. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കുവാണെങ്കിൽ ഒരു ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ, അക്കോർഡിംഗ് ടു ദ ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ലിംഫോസൈറ്റിക് പ്രിഡോമിനന്റ്, നോഡുലാർ സ്ക്ലീറോസിസ്, മിക്സ്ഡ് സെല്ലുലാരിറ്റി ആൻഡ് ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡ്. സോ റേസ് ക്ലാസിഫിക്കേഷൻ ഹിസ്റ്റോളജിക്കൽ, അതിന്റെ ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതായിരിക്കും റേസ് ക്ലാസിഫിക്കേഷൻ. It is classified into lymphocytic predominant, nodular sclerosis, mixed cellularity and lymphocyte depleted. So lymphocytic predominant alla good prognosis, lymphocytic depleted ആകുമ്പോഴത്തേക്ക് അതിനകത്ത് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും ഉണ്ടാകുക. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരിക്കും? പെയിൻലെസ് ആയിട്ടുള്ള ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ? സോ പെയിൻലെസ് സിമെട്രിക്കൽ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിരിക്കും. പെയിൻലെസ് ആയിരിക്കും, നോൺ ടെൻഡർ ആയിരിക്കും. ഇത് എപ്പോൾ ടെൻഡർ ആവും? ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ടെൻഡർ ആയിരിക്കും in Hodgkin lymphoma. Hepatosplenomegaly ഉണ്ടായിരിക്കും, well Epstein pattern of fever ഉണ്ടായിരിക്കും, and cervical trunk pressure ഉണ്ടാകുകയാണെങ്കിൽ it can leads to Horner syndrome also. So Hodgkin lymphoma നമ്മൾ പറഞ്ഞു. എന്താണ് Hodgkin lymphoma എന്ന് പറഞ്ഞാൽ? Hodgkin lymphoma നമ്മൾ അതിന്റെ പതോളജി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? റീഡ് സ്റ്റേൺബർഗ് സെൽസ് ആയിരിക്കും അതിന്റെ പതോളജി കാരണം. വാട്ട് ഈസ് റീഡ് സ്റ്റേൺബർഗ് സെൽസ്? ആക്ച്വലി അതൊരു ലാർജ് ബി സെൽ ആയിരിക്കും. അത് എന്തിനെ റിലീസ് ചെയ്യും? സർട്ടൻ റിയാക്റ്റീവ് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. അത് വന്നിട്ട് എന്തിനെ അട്രാക്ട് ചെയ്യും? നമ്മുടെ ലിംഫോസൈറ്റിനെ, പ്ലാസ്മ സെൽസിനെ ഒക്കെ അട്രാക്ട് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാക്കുന്നത്? ലിംഫോമ ഫോർമേഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ ടിഷ്യൂല് നോക്കുവാണെങ്കിൽ, സർക്കുലേഷൻ നോക്കുവാണെങ്കിൽ നമ്പർ കൂടുതൽ കാണുന്നത് ഈ ലിംഫോസൈറ്റ്സിന്റെയും പ്ലാസ്മ സെൽസിന്റെ ഒക്കെ ആയിരിക്കും. പക്ഷേ എങ്കിൽ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ഇതിന്റെ അല്ല. ഇതൊന്നും അല്ല നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. നിയോപ്ലാസ്റ്റ് നടക്കുന്ന അല്ലെങ്കിൽ ആ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത് ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസിനകത്തായിരിക്കും. ഇവിടെ വന്നിട്ട് ഈ സെക്രീറ്റ് ചെയ്യുന്ന സൈറ്റോകൈൻസിന്റെ സെക്രീഷൻ കാരണം ഇതിന്റെ നമ്പർ വന്നിട്ട് കൂടുതൽ വരുന്നതായിരിക്കും ഇൻ ഹോഡ്സ്കിൻ ലിംഫോമ. ദെൻ അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ വെച്ചിട്ട് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിംഫോസൈറ്റിക് പ്രിഡോമിനന്റ്, നോഡുലാർ സ്ക്ലീറോസിസ്,
മിക്സ്ഡ് സെല്ലുലാരിറ്റി ആൻഡ് ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡ്. ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡ് ടൈപ്പ് ആയിരിക്കും വേർസ്റ്റ് പ്രോഗ്നോസിസ് ഉണ്ടായിരിക്കുന്നത് ഇൻ ഹോട്ട്സ്കിൻ ലിംഫോമ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പെയിൻലെസ് സിമെട്രിക്കൽ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടായിരിക്കും. പെയിൻലെസ് ആയിരിക്കും, സിമെട്രിക്കൽ ലിംഫ് നോഡ് എൻലാർജ്മെന്റ് ഉണ്ടാകും. യൂഷ്വലി നോൺ ടെൻഡർ ആയിരിക്കും. ടെൻഡർ ഓൺ ആൽക്കഹോളിക് ഇൻടേക്കിൽ ടെൻഡർ ആകും. ദെൻ ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, then Bell Epstein fever and Horner syndrome. Horner syndrome എപ്പോൾ ഉണ്ടാകുന്നു? ഈ cervical trunk ഒരു പ്രഷർ ഉണ്ടാകുകയാണെങ്കിൽ it can leads to Horner syndrome ആയിരിക്കും. അതായിരിക്കും ക്ലിനിക്കൽ ഫീച്ചർ. ഇനി ഡയഗ്നോസിസ് എങ്ങനെയായിരിക്കും? അനീമിയ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് നോമോക്രോമിക് നോമോസൈറ്റിക് അനീമിയ ആയിരിക്കും. ആൻഡ് ബൈ ലിംഫ് നോഡ് ബയോപ്സി ആയിരിക്കും നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുക. ഇനി അതിന്റെ ക്ലിനിക്കൽ സ്റ്റേജിങ് നോക്കുകയാണെങ്കിൽ ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് ദ ഡിസീസ് അറ്റ് ദ ടൈം ഓഫ് പ്രസന്റേഷൻ. ഡിസീസിന്റെ പ്രസന്റേഷൻ, നമ്മുടെ ആദ്യമായിട്ട് ഡിസീസ് പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ എത്രത്തോളം എക്സ്റ്റെന്റിൽ ആ ഡിസീസ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേജിങ് ആയിരിക്കും ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. 4 സ്റ്റേജ് ആയിട്ടായിരിക്കും പറയുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 1 ഒരു റീജിയനിലുള്ള ലിംഫ് നോഡിൽ മാത്രമേ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ. അതായിരിക്കും സ്റ്റേജ് 1 പറയുന്നത്. It is the in one region lymph node enlargement in one region അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് ഇൻ സ്റ്റേജ് 1. സ്റ്റേജ് 2 2 അതിൽ കൂടുതലോ ലിംഫ് നോഡ് റീജിയൻ ആണ് പറയുന്നത്. ഇപ്പൊ സെർവൈക്കൽ മീഡിയാസ്റ്റിനൽ അങ്ങനെ പറയുന്ന ഒരു റീജിയനിൽ. അപ്പൊ സ്റ്റേജ് 1 എന്ന് പറയുകയാണെങ്കിൽ ഒരു റീജിയനിൽ മാത്രമുള്ള ലിംഫ് നോഡിലെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. സ്റ്റേജ് 2 എന്ന് പറയുകയാണെങ്കിൽ മോർ ദാൻ 2 2 അതിൽ കൂടുതലോ ലിംഫ് നോഡൽ റീജിയൻ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ സെയിം സൈഡ് ഓഫ് ദ ഡയഫ്രം ആയിരിക്കും. ഡയഫ്രത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സ്റ്റേജ് 2. സ്റ്റേജ് 3 ഇറ്റ് ഇൻവോൾവ് ബോത്ത് സൈഡ് ഓഫ് ദ ഡയഫ്രം. മേലെയും താഴെ ഡയഫ്രത്തിന്റെ 2 സൈഡിലും വന്നിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടാകും സ്റ്റേജ് 3. സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്ക് ഒരു എക്സ്റ്റെൻസീവ് ഡിസീസ് ആയിരിക്കും. ബോത്ത് എയ്തർ സൈഡ് ഓഫ് ദ ഡയഫ്രം, അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റും ഉണ്ടായിരിക്കും സ്റ്റേജ് 4 ആകുമ്പോഴത്തേക്ക്. അതായിരിക്കും ക്ലിനിക്കൽ സ്റ്റേജിങ്. എന്തായിരിക്കും? ബൈ ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ. എന്ത് വെച്ചിട്ടായിരിക്കും? ഡിസീസ് പ്രസന്റ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്റ്റെന്റ് ഓഫ് ദ ഡിസീസ്, എത്രത്തോളം ആ ഡിസീസിന്റെ എക്സ്റ്റെന്റ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ സ്റ്റേജിങ് പറയുന്നത് ആൻ ആർബർ സ്റ്റേജിങ്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് ലിംഫ് നോഡ് ഏതെങ്കിലും ഒരു റീജിയനിലെ ലിംഫ് നോഡ് മാത്രമേ അഫക്റ്റ് ആയിട്ടുണ്ടായിരിക്കുള്ളൂ. സ്റ്റേജ് 2 2 or more ലിംഫ് നോഡൽ റീജിയൻസ് ആർ അഫക്റ്റഡ്. പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഓഫ് ദ ഡയഫ്രം മാത്രമായിരിക്കും. സ്റ്റേജ് 3 ബോത്ത് സൈഡ് ഓഫ് ദ ഡയഫ്രത്തിലുള്ള ലിംഫ് നോഡൽ റീജിയൻസ് അഫക്റ്റഡ് ആയിരിക്കും. സ്റ്റേജ് 4 ബോത്ത് സൈഡ് ഓഫ് ദ ലിംഫ് നോഡൽ റീജിയൻ അഫക്റ്റഡ് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും സ്റ്റേജ് 4-നകത്ത്. അതായിരിക്കും നമ്മുടെ ക്ലിനിക്കൽ സ്റ്റേജിങ് ഓഫ് ദ ഹോട്ട്സ്കിൻ ലിംഫോമ. സോ ഹോട്ട്സ്കിൻ ലിംഫോമ പറഞ്ഞു, നമ്മൾ ഓൾറെഡി അതിന്റെ പതോളജി പറഞ്ഞു. റീഡ് സ്റ്റേൺബർഗ് സെൽസ്, അത് കാരണം ലിംഫോസൈറ്റ്സിന്റെയും പ്ലാസ്മ സെൽസിന്റെയും മാക്രോഫേസിന്റെയും കളക്ഷൻ ഉണ്ടാകുന്നു. അതായിരിക്കും ലിംഫോമ ഉണ്ടാകുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഹിസ്റ്റോളജിക്കൽ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഹോട്ട്സ്കിൻ ലിംഫോമ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലിംഫോയിഡ് പ്രിഡോമിനേറ്റഡ്, അതിന് കമ്പാരിറ്റീവ്ലി ഗുഡ് പ്രോഗ്നോസിസ് ആയിരിക്കും. നോഡുലാർ സ്ക്ലീറോസിസ്, മിക്സ്ഡ് സെല്ലുലാരിറ്റി ആൻഡ് ലിംഫോസൈറ്റിക് ഡിപ്ലീഷൻ അത് വന്നിട്ട് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പെയിൻലെസ് സിമെട്രിക്കൽ ലിംഫഡ്നോപ്പതി ഉണ്ടായിരിക്കും. നോൺ ടെൻഡർ ആയിരിക്കും. ആൽക്കഹോളിക് ടെൻഡർ ആയിരിക്കും. ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി, ബെൽ എപ്സ്റ്റൈൻ ഫീവർ ആൻഡ് ഹോർണർ സിൻഡ്രോം ഉണ്ടായിരിക്കും പ്രഷർ ഓൺ സെർവൈക്കൽ ട്രങ്ക് ഉണ്ടാകുകയാണെങ്കിൽ. Then diagnosis എങ്ങനെയായിരിക്കും? നോമോക്രോമിക് നോമോസൈറ്റിക് അനീമിയ ആൻഡ് ലിംഫ് നോഡ് ബയോപ്സി. ലിംഫ് നോഡ് ബയോപ്സിയിലേക്ക് നമുക്ക് കൺഫർമേറ്ററി ഡയഗ്നോസിസ് ഓഫ് ഹോട്ട്സ്കിൻ ലിംഫോമ പറയാൻ പറ്റുക. ആൻഡ് ആർബർ ക്ലാസിഫിക്കേഷൻ ക്ലിനിക്കൽ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ട് പ്രസന്റേഷൻ സമയത്ത് ഡിസീസ് എത്രത്തോളം എക്സ്റ്റെന്റിൽ ഉണ്ടെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യുന്നതായിരിക്കും. സ്റ്റേജ് 1, 2, 3, 4 ഒരു പെർട്ടിക്കുലർ നോഡലിൽ മാത്രമാണ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ 1, മോർ ദാൻ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ ഒരു സൈഡ് ഓഫ് ദ ഡയഫ്രത്തിൽ മാത്രമാണെങ്കിൽ സ്റ്റേജ് 2. സ്റ്റേജ് 3 എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ 2 സൈഡ് ഓഫ് ദ ഡയഫ്രത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 3 ആൻഡ് അതിന്റെ കൂടെ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് സ്റ്റേജ് 4 എന്ന് പറയും. ഇതായിരിക്കും ആൻ ആർബർ ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ഇത്രയായിരിക്കും ഹോട്ട്സ്കിൻ ലിംഫോമ. വൈൽ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? നമ്മുടെ ഈ റീഡ് സ്റ്റേൺബർഗ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും. ആബ്സെൻസ് ഓഫ് റീഡ് സ്റ്റേൺബർഗ് സെൽസ് ഉണ്ടെങ്കിൽ അത് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലായിരിക്കും. റീഡ് സ്റ്റേൺബർഗ് സെൽസ് കാണത്തില്ല. ഇവിടെ വന്നിട്ട് എന്തായിരിക്കും ഉണ്ടാകുന്നത്? നമ്മുടെ ബിഒ അല്ലെങ്കിൽ ടി സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും കാരണമാകുന്നത്. പ്രോലിഫറേഷൻ ഓഫ് ദ ബി ഓർ ടി സെൽസ്, ബി ലിംഫോസൈറ്റ്സോ അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റ്സിന്റെയോ പ്രോലിഫറേഷൻ ആയിരിക്കും എന്തിന് കാരണമാകുന്നത്? നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയ്ക്ക് കാരണമാകുന്നത്. 90 to 95% ബി സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുന്നത്
മെയിൻലി എന്തിന്റെ ആയിരിക്കും? ബി സെൽ പ്രോളിഫറേഷന്റെ ആയിരിക്കും നമ്മൾ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ പറയുന്നത്. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ വന്നിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്മോൾ ബി സെൽ ലിംഫോമ, ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമ, ലാർജ് ബി സെൽ ലിംഫോമ. സോ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് നമ്മുടെ റീഡ് സ്റ്റാർൺബർഗ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ വന്നിട്ട് എന്തിന്റെ പ്രോളിഫറേഷൻ ആയിരിക്കും? ബി ലിംഫോസൈറ്റ്സിന്റെ ടി ലിംഫോസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ കാരണമായിരിക്കും നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ ഉണ്ടാകുന്നത്. 90 to 95% ഓഫ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലെ എന്തിന്റെ ആയിരിക്കും? ബി സെൽസിന്റെ പ്രോളിഫറേഷൻ കാരണമായിരിക്കും നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് നമ്മൾ പറയുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ നോക്കുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? സ്മോൾ ബി സെൽ ലിംഫോമ, intermediate B cell lymphoma and large B cell lymphoma. Small B cell lymphoma, intermediate B cell lymphoma and large B cell lymphoma. Small B cell lymphoma എന്തൊക്കെ വരും നോക്കുവാണെങ്കിൽ follicular lymphoma, mantle cell lymphoma and marginal zonal lymphoma. ഇത് ഇത്രയായിരിക്കും സ്മോൾ ബി സെൽ ലിംഫോമയുടെ ടൈപ്സ്. സ്മോൾ ബി സെൽ ലിംഫോമ അഗെയിൻ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം? ഫോളിക്കുലർ ലിംഫോമ, മാൻഡിൽ സെൽ ലിംഫോമ, മാർജിനൽ സോണൽ ലിംഫോമ. ഇതെല്ലാം വന്നിട്ട് എന്തായിരിക്കും? സ്മോൾ ബി സെൽ ലിംഫോമ. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ ആയിരിക്കും. ദെൻ ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ബർക്കിറ്റ്സ് ലിംഫോമ. അതെന്തായിരിക്കും? ഒരു ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമ ആയിരിക്കും. ദെൻ ലാർജ് ബി സെൽ ലിംഫോമ ഏതായിരിക്കും? ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ ആയിരിക്കും ഒരു എക്സാമ്പിൾ ഓഫ് ലാർജ് ബി സെൽ ലിംഫോമ. ഇനി ഇവിടെ വന്നിട്ട് എങ്ങനെ ആയിരിക്കും? നമ്മുടെ ഹോട്ട്സ്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോൺ ഹോട്ട്സ്കിനിൽ വന്നിട്ട് ക്ലിനിക്കൽ പിക്ചർ മോർ വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോഡൽ ഹോട്ട്സ്കിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് വന്നിട്ട് മോർ കോമൺ എവിടെ ആയിരിക്കും? നമ്മുടെ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലായിരിക്കും. സോ ക്ലിനിക്കൽ പിക്ചർ ഈസ് മോർ വേരിയബിൾ. എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് വന്നിട്ട് മോർ കോമൺ ആയിരിക്കും എവിടെ? ഇൻ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ. അതേപോലെ തന്നെ ബ്ലഡിന്റെയും ബോൺമാരയുടെ ഇൻവോൾവ്മെന്റ് എവിടെ ആയിരിക്കും അധികം ഉണ്ടാകുന്നത്? നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലായിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ പ്രിഡോമിനലി അഫക്ട് ചെയ്യുന്നത് മെയിനിലായിരിക്കും. 2nd to 5th ഡെക്കേഡ് വരെ ആയിരിക്കും മെയിൻലി അഫെക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഹോട്ട്സ്കിനിലാണെങ്കിൽ 2nd ഡെക്കേഡിലാണെങ്കിൽ, നോൺ ഹോട്ട്സ്കിനിൽ 2nd to 5th ഡെക്കേഡ് 2nd to 5th ഡെക്കേഡിൽ വരെ ആയിരിക്കും നോൺ ഹോട്ട്സ്കിൻ അഫെക്ഷൻ മെയിൻലി ഉണ്ടാകുന്നത്. ഇനി ഇവിടെ എങ്ങനെയായിരിക്കും? നേരത്തെ പോലെ തന്നെ പെയിൻലെസ് ലിംഫോഡനോപ്പതി ഉണ്ടായിരിക്കും. ഇവിടെ വന്നിട്ട് എക്സ്ട്രാ നോഡൽ അഫെക്ഷൻസ് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? പെയിൻലെസ് സിമെട്രിക്കൽ ലിംഫോഡനോപ്പതി പറഞ്ഞു. ഇവിടെ പെയിൻലെസ് ലിംഫോഡനോപ്പതി ഉണ്ടായിരിക്കും നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയില്. എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് എവിടെയൊക്കെ ആയിരിക്കും? ടോൺസിൽസില്, വാൾഡർ റിംഗിലൊക്കെ വന്നിട്ട് എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് ലൈക്ക് ഇൻ ടോൺസിൽസ് ആൻഡ് വാൾഡർ റിംഗിലൊക്കെ ഉണ്ടാകുന്ന കാരണം എന്തുണ്ടായിരിക്കും? ഇറ്റ് മേ ലീഡ്സ് ടു ഒബ്സ്ട്രക്ഷൻ ടു ബ്രീത്തിങ് ആൻഡ് സ്വോളോയിങ്. നമ്മുടെ വാൾഡർ റിംഗില് ഉണ്ടാകുന്ന ഇൻവോൾവ്മെന്റ് കാരണം ബ്രീത്തിങ്ങിനും സ്വോളോയിങ്ങിലേക്കൊക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. എന്ത്? നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയില്. പ്രഷർ സിംറ്റംസ് എവിടെയൊക്കെ ഉണ്ടാകും? നമ്മൾ അവിടെയും പറഞ്ഞു ഹോണർ സിൻഡ്രോം ഉണ്ടായിരിക്കാം. സർവൈക്കൽ ട്രങ്കില് പ്രഷർ സിൻഡ്രോം ഉണ്ടാകുന്ന കാരണം. ആൻഡ് ഇൻ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ പ്രഷർ സിംറ്റംസ് എവിടെയൊക്കെ ഉണ്ടാകും? ഹോണർ സിൻഡ്രോം ഉണ്ടാകാം, മിഡിയാസ്റ്റിനൽ സിൻഡ്രോം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലെയുള്ള പ്രഷർ സിംറ്റംസ് ഉണ്ടായിരിക്കാം. സോ അതായിരിക്കും നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. ഹോട്ട്സ്കിൻ ലിംഫോമ ആണെങ്കിൽ റീഡ് സ്റ്റാർൺബർഗ് സെൽസ് പ്രസന്റ് ആയിരിക്കും. നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിൽ റീഡ് സ്റ്റാർൺബർഗ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും. പ്രോളിഫറേഷൻ ഇവിടെ എന്തായിരിക്കും? പ്രോളിഫറേഷൻ ഓഫ് ദ ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സിന്റെ പ്രോളിഫറേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. 90 to 95% എന്തായിരിക്കും? ബി സെല്ലായിരിക്കും പ്രിഡോമിനന്റ് ആയിട്ട് ഉണ്ടാകുന്നത്. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സ്മോൾ ബി സെൽ, ഇന്റർമീഡിയറ്റ് ബി സെൽ ആൻഡ് ലാർജ് ബി സെൽ ലിംഫോമ. സ്മോൾ ബി സെൽ ലിംഫോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോളിക്കുലർ ഏതൊക്കെ ടൈപ്പ് വരും? ഫോളിക്കുലർ ലിംഫോമ, മാൻഡിൽ സെൽ ലിംഫോമ ആൻഡ് മാർജിനൽ സോണൽ ലിംഫോമ വിൽ കംസ് അണ്ടർ ദ സ്മോൾ ബി സെൽ ലിംഫോമ ടൈപ്പ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമയിൽ വരുന്നത് ബർക്കിറ്റ്സ് ലിംഫോമ. നമ്മൾ അത് അടുത്ത് പഠിക്കാനുള്ളതാണ്. ലാർജ് ബി സെൽ ലിംഫോമയ്ക്കകത്ത് ഏത് വരും? ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ വെൽക്കം. ഹോട്ട്സ്കിൻ ലിംഫോമയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ വന്നിട്ട് സിംറ്റം അതിന്റെ വേരിയബിൾ ആയിരിക്കും. എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് അധികം ഉണ്ടാകുന്നത് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലായിരിക്കും. 2nd to 5th ഡെക്കേഡിലായിരിക്കും ഇതിന്റെ സിംറ്റംസ് കൂടുതലേ ഉണ്ടാകുന്നത്. മെയിൽസ് ആയിരിക്കും പ്രിഡോമിനറ്റ്ലി അഫക്റ്റ് ആയിട്ടുണ്ടാകുന്നത്. സിംറ്റംസ് എന്തായിരിക്കും? പെയിൻലെസ് ലിംഫോഡനോപ്പതി ആസ് ഇൻ ഹോട്ട്സ്കിൻ ലിംഫോമയിലെ പോലെ തന്നെ പെയിൻലെസ് ലിംഫോഡനോപ്പതി ഉണ്ടായിരിക്കും. എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് എവിടെ ഉണ്ടാകും? നമുക്ക് ടോൺസിൽസിൽ ഉണ്ടാകാം, വാൾഡേഴ്സ് റിംഗിൽ ഉണ്ടായിരിക്കാം. അത് കാരണം എന്തുണ്ടായിരിക്കാം? സ്വോളോയിങ്ങിലും അല്ലെങ്കിൽ ബ്രീത്തിങ്ങിലൊക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. ഇനി പ്രഷർ സിൻഡ്രോം കാരണം നമുക്ക് എന്തുണ്ടാകാം? ഹോർണർ സിൻഡ്രോം, മിഡിയാസ്റ്റിനൽ സിൻഡ്രോം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, പാരാപ്ലീജിയ, അസൈറ്റിസ്, ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ പ്രഷർ സിംറ്റംസ് കാരണം ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ് ആയിരിക്കും. ഇതായിരിക്കും നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. സോ നമ്മൾ അവിടെ പറഞ്ഞ എന്തായിരിക്കും? മെയിൻലി അവിടെ പ്രിഡോമിനന്റ് ആയിട്ട് ഉണ്ടാകുന്നത് ബി സെൽ ആയിരിക്കും. സോ ഇനി ടി സെൽ ലിംഫോമ എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്നതായിരിക്കും മൈക്കോസിസ് ഫംഗോയിഡസ്.
മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും T സെൽ ലിംഫോമ. സോ എന്തുകൊണ്ടാണ് ഈ മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ T സെൽ ലിംഫോമയുടെ ഒരു മെയിൻ സിംറ്റം എന്ന് പറഞ്ഞാൽ സ്കിന്നിലായിരിക്കും കാണുന്നത്. നമ്മുടെ സ്കിന്നിന്റെ പുറത്ത് ഒരു ഫംഗൽ ലീഷൻ പോലെ കാണുന്നതായിരിക്കും നമ്മുടെ ഈ T സെൽ ലിംഫോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മൈക്കോസിസ് ഫംഗോയിഡസ്. സോ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ കാണുന്നു, ബട്ട് അതിന്റെ ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി എടുക്കുമ്പോഴത്തേക്ക് അതൊരു ടൈപ്പ് ഓഫ് ലിംഫോമയാണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് മൈക്കോസിസ് ഫംഗോയിഡസ്. ആ ഒരു സിമിലാരിറ്റി കാരണമാണ് ഇതിന് ഈ പേര് വന്നത്, മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന് പേര് വന്നത്. Then what it is a cutaneous T. ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഇവിടെ നിയോപ്ലാസ്റ്റിക്, ഇറ്റ് ഈസ് എ ക്യൂട്ടേനിയസ് T സെൽ നോൺ ഹോസ്റ്റിംഗ് ലിംഫോമ ആയിരിക്കും എന്ത് മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന് പറയുന്നത്. ഇവിടെ എവിടെയാണ് നിയോപ്ലാസ്റ്റിൻ ഉണ്ടാകുന്നത്, T സെൽസിലായിരിക്കും. അപ്പം നമ്മളിപ്പം നോൺ ഹോസ്റ്റിംഗിനെ പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു പ്രോലിഫറേഷൻ ഉണ്ടായത്, B സെല്ലിലാണ് അല്ലെ. ഇവിടെ അപ്പം T സെല്ലിലായിരിക്കും നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. ഏത് T സെല്ലില്, CD4+ T സെല്ലിലായിരിക്കും neoplastic proliferation ഉണ്ടാകുന്നത്. So it is caused by the neoplastic proliferation of CD4+ T സെല്ലിലായിരിക്കും proliferation ഉണ്ടാകുന്നത് in this mycosis fungoides. So mycosis fungoides ഞാൻ പറഞ്ഞു എവിടെയായിരിക്കും മെയിൻലി എഫക്ഷൻ ഉണ്ടാകുന്നത്, സ്കിന്നിലായിരിക്കും അല്ലെ. സോ എന്താ സംഭവിക്കുന്നത്, this neoplastic proliferation of CD4 T cells എവിടെയായിരിക്കും ഉണ്ടാകുന്നത്, within the dermis and epidermis of the skin. സ്കിന്നിന്റെ എപ്പിഡെർമസിലും ഡെർമിസിലും ആയിരിക്കും ഈ നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്. ആൻഡ് വാട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ, അത് കാരണം എന്തുണ്ടാകുന്നു, ഒരു സ്കിൻ ലീഷൻ ഉണ്ടാകുന്നു. ആ സ്കിൻ ലീഷൻ എങ്ങനെയായിരിക്കും, ഇനീഷ്യലി അതൊരു നോൺ സ്പെസിഫിക് റെഡ് റാഷ് ആയിരിക്കും, ഒരു നോൺ സ്പെസിഫിക് റാഷ് ആയിരിക്കും വിച്ച് ഈസ് റെഡ് ഇൻ കളർ. ദെൻ അത് എന്തായിട്ട് മാറും, ഒരു പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാകുന്നു. ആൻഡ് ഇവഞ്ച്വലി അവിടെ ഒരു നോഡ്യൂൾ ഫോർമേഷൻ ഉണ്ടാകുന്നു. ഇതായിരിക്കും മെയിൻലി ഉണ്ടാകുന്ന സ്കിൻ ലീഷൻസ് ഇൻ ദ T സെൽ ലിംഫോമ അല്ലെങ്കിൽ മൈക്കോസിസ് ഫംഗോയിഡസ്. എന്താണ് മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന് വെച്ചാൽ അതൊരു ക്യൂട്ടേനിയസ് T സെൽ നോൺ ഹോസ്റ്റിംഗ് ലിംഫോമ ആയിരിക്കും. നമ്മൾ നോൺ ഹോസ്റ്റിംഗ് ലിംഫോമ നേരത്തെ പഠിച്ചാൽ നമ്മൾ പറഞ്ഞു 90 to 95 B സെൽസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം B സെൽ ലിംഫോമയുടെ ആയിരിക്കും. ഇനി T സെൽ ലിംഫോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് മൈക്കോസിസ് ഫംഗോയിഡസ് ആയിരിക്കും. മൈക്കോസിസ് ഫംഗോയിഡസ് എന്ന പേര് വരാൻ കാരണം ഇതിന്റെ സിംറ്റംസ് വന്ന് മെയിൻലി മാനിഫെസ്റ്റ് ചെയ്യുന്ന സ്കിന്നിലാണ്, വിച്ച് റിസംബിൾസ് ലൈക്ക് എ ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് ഹെൻസ് ദ നെയിം മൈക്കോസിസ് ഫംഗോയിഡസ്. ഇനി എവിടെയായിരിക്കും പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്, ഏത് സെല്ലിനാണ് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നത്, നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് CD4 T സെൽസ് ആയിരിക്കും. അത് എവിടെയായിരിക്കും ഉണ്ടാകുന്നത്, ഇൻ ദ ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസ് ഓഫ് സ്കിൻ വിച്ച് റിസൾട്ട് ഇൻ എ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക് സ്കിൻ ലീഷൻ ഉണ്ടാവും. ഇനി ആ സ്കിൻ ലീഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു, നോൺ സ്പെസിഫിക് റെഡ് റാഷസ് ഉണ്ടായിരിക്കും. അത് പിന്നെ എന്തായിട്ട് മാറും, പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാകും. പിന്നെ അവിടെ എന്തായിട്ട് മാറും, നോഡുലാർ ഫോർമേഷൻ അല്ലെങ്കിൽ നൊഡ്യൂൾസ് ഫോർമേഷൻ ഉണ്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ pathology of this mycosis fungoides അല്ലെങ്കിൽ T സെൽ ലിംഫോമ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ലീഷന്റെ ഹിസ്റ്റോപതോളജി എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ മെയിൻലി എന്തായിരിക്കും കാണുന്നത്, T ലിംഫോസൈറ്റ്സ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഈ ലീഷന്റെ ഹിസ്റ്റോപതോളജി നോക്കുവാണെങ്കിൽ പ്രസൻസ് ഓഫ് T ലിംഫോസൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ T ലിംഫോസൈറ്റ്സിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ടായിരിക്കും, അതായത് അതിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക് ന്യൂക്ലിയ കാണും. അതിനെ പറയുന്നതായിരിക്കും സെറിബ്രിഫ്രോം ന്യൂക്ലിയ എന്ന് പറയും. നമ്മുടെ മൈക്കോസിസ് ഫംഗോയിഡസിന്റെ ഹിസ്റ്റോപതോളജി, ലീഷന്റെ ഹിസ്റ്റോപതോളജി നോക്കുവാണെങ്കിൽ T ലിംഫോസൈറ്റ്സ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. അതിനകത്തൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കാണും. എന്തായിരിക്കും, അതിന്റെ ന്യൂക്ലിയ ആയിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. ആ ന്യൂക്ലിയ നമ്മൾ എന്ത് പറയും, സെറിബ്രിഫ്രോം ന്യൂക്ലിയ എന്ന് പറയും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ സെറിബ്രം പോലെ ഇറ്റ് ലുക്സ് ലൈക്ക് സെറിബ്രം. കാരണം നമ്മുടെ ആ ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ വന്നിട്ട് ഇൻഫോൾഡിങ് ഉണ്ടായിരിക്കും. നമ്മുടെ സെറിബ്രം പോലെ ഇങ്ങനെ ഒരു ഇൻഫോൾഡിങ് പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് നമ്മൾ സെറിബ്രിഫ്രോം ന്യൂക്ലിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിസ്റ്റോപതോളജി ഓഫ് ദ സ്കിൻ ലീഷന്റെ ഹിസ്റ്റോപതോളജി നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന എന്തായിരിക്കും, T ലിംഫോസൈറ്റ്സ് ആയിരിക്കും. ആ T ലിംഫോസൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്തായിരിക്കും, അതിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും. ആ ന്യൂക്ലിയസ് നമ്മൾ എന്തെന്ന് പറയും, ഇറ്റ് ഈസ് കോൾഡ് ആസ് സെറിബ്രിഫ്രോം ന്യൂക്ലിയ എന്ന് പറയും. അതെന്തുകൊണ്ടായിരിക്കും, അതൊരു നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിന്റെ ഇൻഫോൾഡിങ് കാരണം ഇറ്റ് ലുക്സ് ലൈക്ക് സെറിബ്രം, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സെറിബ്രിഫ്രോം ന്യൂക്ലിയ. ആൻഡ് അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ എന്ത് പറയും, ദോസ് സെൽസ് ആർ കോൾഡ് ആസ് സെറിബ്രിഫ്രോം സെൽസ് എന്ന് പറയും. സോ T സെൽ ലിംഫോമ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മൈക്കോസിസ് ഫംഗോയിഡസ്. ആ പേര് വരാൻ കാരണം എന്താണ്, ഹിയർ സിംറ്റംസ് വന്ന് മേജർലി എവിടെയായിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്, സ്കിന്നിലായിരിക്കും. അത് എന്തുപോലെ റിസംബിൾ ചെയ്യുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലായിരിക്കും റിസംബിൾ ചെയ്യുന്നത്. ഹെൻസ് ദ നെയിം മൈക്കോസിസ് ഫംഗോയിഡസ്. ഇനി പ്രോലിഫറേഷൻ എന്തായിരിക്കും നടക്കുന്നത്, ഇവിടെ CD4+ T സെൽസിന്റെ പ്രോലിഫറേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. എവിടെയായിരിക്കും ഉണ്ടാകുന്നത്, ഡെർമിസിൽ ആൻഡ് എപ്പിഡെർമിസിൽ. അത് കാരണം എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സ്കിൻ ലീഷൻസ് ഉണ്ടാവും. ഇനി മൈക്കോസിസ് ഫംഗോയിഡസിലെ സ്കിൻ ലീഷൻ എങ്ങനെയായിരിക്കും,
ഇനീഷ്യലി ഒരു നോൺ സ്പെസിഫിക് റാഷ് വിച്ച് ഈസ് റെഡ് ഇൻ കളർ. അത് പിന്നെ എന്താ അവിടെ പ്ലേഗ് ഫോർമേഷൻ ഉണ്ടായിട്ട് ഇവൻച്വലി അവിടെ എന്ത് ഫോർമേഷൻ ഉണ്ടാകും? നോഡ്യൂൾസിന്റെ ഫോർമേഷൻ ഉണ്ടാകും. ഇനി ആ ലീഷന്റെ ഹിസ്റ്റോപത്തോളജി എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും. അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ന്യൂക്ലിയ ഉണ്ടായിരിക്കും, കോൾഡ് ആസ് സെറിബ്രിഫോം ന്യൂക്ലിയ എന്ന് പറയും. ആ ന്യൂക്ലിയ ഉള്ള സെൽസിനെ നമ്മൾ എന്ത് പറയും? സെറിബ്രിഫോം സെൽസ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ആ സെറിബ്രിഫോം പേര് വന്നത്? ഇൻഫോൾഡിംഗ് ഓഫ് ദ ന്യൂക്ലിയർ മെമ്പറിൻ എന്തുപോലെ റിസംബിൾ ചെയ്യുന്നു? ഒരു സെറിബ്രം പോലെ റിസംബിൾ ചെയ്യുന്നു. ഹെൻസ് ദ നെയിം സെറിബ്രിഫോം ന്യൂക്ലിയെ. ഇനി അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ എന്ത് പറയും? സെറിബ്രിഫോം സെൽസ് എന്നായിരിക്കും പറയുക. ഇനി മെയിൻലി നമ്മൾ പറഞ്ഞു ലീഷൻസ് എവിടെയായിരിക്കും? സ്കിന്നിലായിരിക്കും ഉണ്ടാകുന്നത് പറഞ്ഞു അല്ലെ. ഇനി സ്കിന്നിൽ മാത്രമല്ലാണ്ട് സർട്ടൻ കേസസിൽ ഈ ലീഷൻ വന്നിട്ട് എങ്ങോട്ടേക്കൊക്കെ ഡിസമിനേറ്റ് ചെയ്യാം? ബ്ലഡിലോട്ടും വിസറൽ ഓർഗൻസിലോട്ടും ഡിസമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ എലോങ് വിത്ത് സ്കിൻ ലീഷൻ നമ്മുടെ ലീഷൻസ് വന്നിട്ട് എങ്ങോട്ടേക്ക് ഡിസമിനേറ്റ് ചെയ്ത് വരാം? വിസറൽ ഓർഗൻസിലോട്ടും ബ്ലഡിലോട്ടും വന്നിട്ട് അത് ഡിസമിനേറ്റ് ചെയ്ത് വരാം. അങ്ങനെ വരുന്ന കണ്ടീഷൻ നമ്മൾ പറയുന്നതായിരിക്കും സെസറി സിൻഡ്രോം എന്ന് പറയും. സ്കിൻ ലീഷൻ when it disseminated to the blood and visceral organ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സെസറി സിൻഡ്രോം എന്ന് പറയും. സോ സെസറി സിൻഡ്രോം ഉണ്ടായാൽ അവിടെ എന്തായിരിക്കും? സ്കിൻ ലീഷൻ, അതിന്റെ കൂടെ തന്നെ പെരിഫറൽ ബ്ലഡ് സർക്കുലേഷനിൽ നമ്മുടെ ആ പെർട്ടിക്കുലർ സെൽ, നമ്മൾ പറഞ്ഞില്ലേ സെറിബ്രിഫോം സെൽസ് വന്നിട്ട് എവിടെ കാണും? പെരിഫറൽ സർക്കുലേഷനിൽ കാണും. അങ്ങനെ പെരിഫറൽ സർക്കുലേഷനിൽ സെറിബ്രിഫോം സെൽസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെൽസിനെ പറയുന്നതായിരിക്കും സെസറി സെൽസ് എന്ന്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നമ്മുടെ ആ ലീഷന്റെ ഹിസ്റ്റോപത്തോളജി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. ടി ലിംഫോസൈറ്റ്സിനകത്തുള്ള ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? സെറിബ്രിഫോം ന്യൂക്ലിയ ആയിരിക്കും. ആ സെറിബ്രിഫോം ന്യൂക്ലിയ ഉള്ള സെൽസിനെ നമ്മൾ എന്തെന്നായിരിക്കും പറയുന്നത്? സെറിബ്രിഫോം സെൽസ് എന്ന് പറയുന്നു പറഞ്ഞു. ഇനി അത് അവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ലീഷൻ സ്കിന്നിലായിരിക്കും ഉണ്ടാവും. ഇനി സ്കിന്നിൽ മാത്രമല്ല സർട്ടൻ കേസസിൽ ഈ ലീഷൻസ് അല്ലെങ്കിൽ ഈ ലീഷൻസ് വന്ന് ഡിസമിനേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡിലോട്ടും വിസറൽ ഓർഗൻസിലോട്ടും വരും. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ അതിനെ പറയുന്നതായിരിക്കും സെസറി സിൻഡ്രോം എന്ന് പറയും. വെൻ ദിസ് മൈക്കോസിസ് ഫംഗോയിഡസ് സ്കിന്നിനെ മാത്രമല്ല ബ്ലഡിനെയും വിസറൽ ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ പറയുന്നതായിരിക്കും സെസറി സിൻഡ്രോം എന്ന് പറയും. സോ സെസറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലുക്കീമിക് ഫേസ് ഓഫ് മൈക്കോസിസ് ഫംഗോയിഡസ്. നമ്മുടെ മൈക്കോസിസ് ഫംഗോയിഡസിന്റെ ഒരു ലുക്കീമിക് ഫേസ് ഓഫ് മൈക്കോസിസ് ഫംഗോയിഡസ് ആയിരിക്കും നമ്മുടെ സെസറി സിൻഡ്രോം എന്ന് പറയുന്നത്. സോ സെസറി സിൻഡ്രോമിൽ അപ്പൊ എന്തുണ്ടായിരിക്കും? സ്കിൻ ലീഷന്റെ കൂടെ തന്നെ പെരിഫറൽ സർക്കുലേഷനിൽ നമുക്ക് സെറിബ്രിഫോം സെൽസിനെയും കാണാൻ പറ്റും. സോ സെറിബ്രിഫോം സെൽസ് പെരിഫറൽ സർക്കുലേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് എന്തായിരിക്കും? സെസറി സെൽസ് എന്നായിരിക്കും പറയുക. സോ നോർമലി വന്നിട്ട് അതിനൊരു 5 to 10 years അതിന്റെ സർവൈവൽ റേറ്റ് ഉണ്ട്. മൈക്കോസിസ് ഫംഗോയിഡസിന്റെ സർവൈവൽ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെസറി സിൻഡ്രോം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സർവൈവൽ റേറ്റ് വന്നിട്ട് ഡിക്രീസ് ആകും. ഓക്കെ, സോ അതായിരിക്കും T cell lymphoma. So T cell lymphoma also called as mycosis fungoides, cutaneous T cells non-Hodgkin lymphoma ആയിരിക്കും. നിയോപ്ലാസ്റ്റിക് proliferation എവിടെ ആയിരിക്കും നടക്കുന്നത്? CD4+ സെൽസിനകത്തായിരിക്കും. എവിടെ? ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസ് ഓഫ് ദ സ്കിന്നിനകത്ത്. സോ അത് കാരണം ഒരു ക്യാരക്ടറിസ്റ്റിക് സ്കിൻ ലീഷൻ ഉണ്ടാവും. ആ ക്യാരക്ടറിസ്റ്റിക് സ്കിൻ ലീഷൻ എങ്ങനെയായിരിക്കും? ഒരു നോൺ സ്പെസിഫിക് റാഷ് ഉണ്ടായിരിക്കും, റെഡ് ഇൻ കളർ. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ പ്ലേഗ് ഫോർമേഷൻ ഉണ്ടാകും. അത് കഴിയുമ്പോൾ അവിടെ നോഡുലാർ ഫോർമേഷൻ ഉണ്ടാകും. ഇനി ആ ലീഷനിനെ ഹിസ്റ്റോപത്തോളജി എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ടി ലിംഫോസൈറ്റ്സിന്റെ ന്യൂക്ലിയസ് എങ്ങനെയായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ന്യൂക്ലിയ ഉണ്ടായിരിക്കും, കോൾഡ് ആസ് സെറിബ്രിഫോം ന്യൂക്ലിയ. അതിന് കാരണം എന്തായിരിക്കും? ആ ന്യൂക്ലിയർ മെംബ്രെയിൻ വന്നിട്ട് ഇൻഫോൾഡിംഗ് ഉണ്ടായിരിക്കും, വിച്ച് റിസംബിൾസ് ലൈക്ക് എ സെറിബ്രം. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സെറിബ്രിഫോം ന്യൂക്ലിയ. അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ എന്തെന്ന് പറയും? സെറിബ്രിഫോം സെൽസ് എന്ന് പറയും. ഇനി സ്കിൻ ലീഷൻ മാത്രമല്ലാണ്ട് അത് എങ്ങോട്ടേക്കും വരാം? നമ്മുടെ ബ്ലഡിലോട്ടും വിസറൽ ഓർഗനിലോട്ടും വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ പറയുന്നതായിരിക്കും സെസറി സിൻഡ്രോം. സോ സെസറി സിൻഡ്രോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ലുക്കീമിക് ഫേസ് ഓഫ് മൈക്കോസിസ് ഫംഗോയിഡ്സിന്റെ ആയിരിക്കും നമ്മൾ സെസറി സിൻഡ്രോം എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇപ്പൊ ഇവിടെ സ്കിൻ ലീഷന്റെ കൂടെ എന്തും ഉണ്ടാവുന്നു? നമ്മുടെ ഈ സെറിബ്രിഫോം സെൽസ് വന്നിട്ട് പെരിഫറൽ സർക്കുലേഷനിലും കാണാൻ പറ്റും. അങ്ങനെ സെറിബ്രിഫോം സെൽസ് പെരിഫറൽ സർക്കുലേഷനിൽ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്തായിരിക്കും? സെസറി സെൽസ് എന്നായിരിക്കും. വൺസ് ദിസ് സെസറി സിൻഡ്രോം ഹാപ്പൻ, പേഷ്യന്റിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ വന്നിട്ട് പ്രോഗ്നോസിസ് വന്നിട്ട് ബാഡ് ആകും, സർവൈവൽ റേറ്റ് വന്നിട്ട് കുറഞ്ഞു വരും. ഇതായിരിക്കും മൈക്കോസിസ് ഫംഗോയിഡസിസ്. Then the last topic, Burkitt's lymphoma. So Burkitt's lymphoma എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ നോൺ ഹോഡ്സ്കിൻ ലിംഫോമയില് 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. സ്മോൾ ബി സെൽ ലിംഫോമ, ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമ, ലാർജ് ബി സെൽ ലിംഫോമ. അതിനകത്ത് നമ്മുടെ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ബി സെൽ ലിംഫോമയിൽ വരുന്നതായിരിക്കും നമ്മുടെ ബർക്കിറ്റ് ലിംഫോമ. സോ ബർക്കിറ്റ് ലിംഫോമ ഇതെങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ ബർക്കിറ്റ് ലിംഫോമ വന്നിട്ട് ഒരു എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ,
സോ ബർക്കിറ്റ് ലിംഫോമ ഇറ്റ് പ്രസന്റ് ആസ് ആൻ എക്സ്ട്രാ നോഡൽ മാസ്, ഒരു എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും ബർക്കിറ്റ് ലിംഫോമ. നമുക്ക് ബാക്കിയുള്ള ലിംഫോമയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സ്മോൾ സെൽ ലിംഫോമയില് ഫോളിക്കുലർ ലിംഫോമ വരാം, മാൻഡിൽ സെൽ ലിംഫോമ വരാം, അതൊക്കെ ലാർജ് ബി സെൽ ലിംഫോമയ്ക്കകത്ത് ഡിഫ്യൂസ് ലാർജ് ബി സെൽ ലിംഫോമ വരാം. സോ പലതരത്തിലുള്ള ലിംഫോമസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ ബർക്കിറ്റ് ലിംഫോമനെ ക്ലാസിഫൈ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയാൻ പറ്റും നോക്കുവാണെങ്കിൽ, ബർക്കിറ്റ് ലിംഫോമ പ്രസന്റ് ചെയ്യുന്നത് ഒരു എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും. വൈൽ ഓൾ അതേഴ്സിനകത്തൊക്കെ ഒരു നോഡൽ മാസ് ആയിട്ടായിരിക്കും അതിന്റെ പ്രസന്റേഷൻ ഉണ്ടാകുന്നത്. വൈൽ ഇൻ ബർക്കിറ്റ് ലിംഫോമ ഇറ്റ് പ്രസന്റ് ആസ് ആൻ എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഇനി അതിന് രണ്ട് വേരിയന്റ് നമുക്ക് പറയാൻ പറ്റും ബർക്കിറ്റ് ലിംഫോമയ്ക്ക്. ഒരു എൻഡമിക് വേരിയന്റ് ഉണ്ട്, ഒരു സ്പൊറാഡിക് വേരിയന്റ് പറയാം. നമുക്ക് ബർക്കിറ്റ് ലിംഫോമയ്ക്ക് മെയിൻലി രണ്ട് വേരിയന്റ്സ് ഉണ്ടായിരിക്കും, ഒരു സ്പൊറാഡിക് വേരിയന്റും ഒരു എൻഡമിക് വേരിയന്റും ഉണ്ടായിരിക്കും. എൻഡമിക് വേരിയന്റ് മെയിൻലി കാണുന്നത് ആഫ്രിക്കയിലാണെങ്കിൽ സ്പൊറാഡിക് വേരിയന്റ് മെയിൻലി കാണുന്നത് അമേരിക്കൻ റീജിയൻസിലായിരിക്കും. സോ ഇതിന്റെ ഒരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ, ഈ എൻഡമിക് വേരിയന്റിൽ ഉണ്ടാവുന്നത് എവിടെയായിരിക്കും മാസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്? മെയിൻലി ഓൺ ജോ ആയിരിക്കും, ദാറ്റ് ഈസ് ഓൺ മാക്സില അല്ലെങ്കിൽ മാൻഡിബിൾ ആയിരിക്കും നമുക്ക് ആ മാസ് കാണാൻ പറ്റുന്നത് ഇൻ ദിസ് എൻഡമിക് വേരിയന്റ്. വൈൽ ഇൻ ദ സ്പൊറാഡിക് വേരിയന്റിൽ മാസ് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ഇൻ ദ അബ്ഡമൻ. അബ്ഡമനിൽ എവിടെയായിരിക്കും? നമ്മുടെ ബവലിലോ പെരിറ്റോണിയത്തിലോ അല്ലെങ്കിൽ ഓവറീസിലോ ആയിരിക്കും മാസ് വന്നിട്ട് പ്രസന്റ് ആയിട്ട് കാണുന്നത്. സോ ബർക്കിറ്റ് ലിംഫോമ ഇതെന്തായിരിക്കും? ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ബി സെൽ നോൺ ഹോഡ്സ്കിൻ ലിംഫോമ ആയിരിക്കും ബർക്കിറ്റ് ലിംഫോമ എന്ന് പറഞ്ഞാല്. ഒരു എക്സ്ട്രാ നോഡൽ, മറ്റുള്ള ലിംഫോമയെ നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും? ഇതൊരു പ്രസന്റ് ആസ് ആൻ എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യണത്. രണ്ട് വേരിയന്റ് പറയാം, എൻഡമിക് വേരിയന്റ് ആൻഡ് സ്പൊറാഡിക് വേരിയന്റ്. എൻഡമിക് വേരിയന്റ് മെയിൻലി വന്നിട്ട് ആഫ്രിക്കൻ റീജിയൻ ആണ് കാണുന്നതെങ്കിൽ സ്പൊറാഡിക് വേരിയന്റ് മെയിൻലി വന്നിട്ട് അമേരിക്കയിലായിരിക്കും ഉണ്ടാകുന്നത്. ദിസ് എൻഡമിക് വേരിയന്റിലെ മാസ് എവിടെ ആയിരിക്കും? ഈ എക്സ്ട്രാ നോഡൽ മാസ് മെയിൻലി വന്നിട്ട് ജോയിലായിരിക്കും ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് മാക്സിലറി ഓർ മാൻഡിബുലർ മാസ്. വൈൽ ഇൻ സ്പൊറാഡിക് വേരിയന്റിലാണെങ്കിൽ എവിടെയായിരിക്കും? അബ്ഡമിനൽ മാസ് ആയിരിക്കും, മേ ബി ഇൻ ദ ബവൽ ഓർ പെരിറ്റോണിയം ഓർ ദ ഒവേറിയൻ മാസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പതോജനസിസ് എന്തായിരിക്കും? ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ ദ 18th and the 14th. 18 and 14 ക്രോമോസോമിലായിരിക്കും ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ലൊക്കേഷൻ ആയിരിക്കും ഈ പതോജനസിന് കാരണം എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ? CMYC അവിടെ നമ്മുടെ ഈ 8ലുള്ള സി മൈക്ക് വന്നിട്ട് എങ്ങോട്ടേക്ക് വരും? 14ലുള്ള IG14ലേക്ക് വരും. ആൻഡ് ദിസ് IG14 വന്നിട്ട് ഈ സി മൈക്കിന് ഓവർ എക്സ്പ്രഷൻ ഉണ്ടാകുന്ന കാരണം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാല് നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ബി സെൽസ് ഉണ്ടായിരിക്കും. ആൻഡ് അതായിരിക്കും ലിംഫോമ ഉണ്ടാകുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിലിൽ ഞാൻ പറഞ്ഞതാണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എന്തായിരിക്കും? ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ദിസ് 8 and 14. 8-14 ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. 8 and 14 ജീനിൽ ട്രാൻസ്ലൊക്കേഷൻ ഉണ്ടാകുന്നു. സോ 18 കുറച്ച് കണ്ടന്റ് നമ്മുടെ 14ലേക്ക് വരും. ഏതായിരിക്കും വരുന്നത്? ഈ സി മൈക്ക് എന്ന് പറഞ്ഞ കണ്ടന്റ് ആയിരിക്കും നമ്മുടെ 14ലേക്ക് വരുന്നത്. 14ലുള്ള IG14 വന്നിട്ട് ഈ സി മൈക്കിന് വന്നിട്ട് ഓവർ എക്സ്പ്രഷൻ ഉണ്ടാകുന്നു. ഇത് കുറച്ച് എക്സ്ട്രാ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ 8 and 14 ആണ് അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ ബർക്കിറ്റ് ലിംഫോമയില്. സോ വാട്ട് വിൽ ഹാപ്പൻ? അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു? നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ബി സെൽസ് വിൽ ഓക്കുക. നമ്മുടെ ബി സെൽസിന് നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഉണ്ടാകുന്നു. അത് കാരണമായിരിക്കും ലിംഫോമ ഉണ്ടാകുന്നത് ഇൻ ബർക്കിറ്റ് ലിംഫോമ. ഡയഗ്നോസിസിന് അതൊരു ഫീച്ചർ ആണ്. നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡയഗ്നോസ് ഹിസ്റ്റോളജിക്കലി ആൻഡ് ഇമ്യൂണോ ഫിനോടൈപ്പിംഗ് വെച്ച് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഹിസ്റ്റോളജിക്കലി നമുക്ക് എങ്ങനെയായിരിക്കും അവിടെ കാണുന്നത്? സ്റ്റാറി സ്കൈ അപ്പിയറൻസ് ആയിരിക്കും. ഇൻ ബർക്കിറ്റ് ലിംഫോമ ഹിസ്റ്റോളജി നോക്കുവാണെങ്കിൽ കാണുന്നതായിരിക്കും സ്റ്റാറി സ്കൈ അപ്പിയറൻസ്. നമ്മൾ രാത്രിയിൽ ആകാശം കാണുമ്പോഴത്തേക്ക് സ്റ്റാർസ് കാണത്തില്ല, അതുപോലെ ആയിരിക്കും നമ്മൾ അതിനെ ഹിസ്റ്റോളജി കാണുമ്പോഴത്തേക്ക് കാണുന്നത് സ്റ്റാറി സ്കൈ അപ്പിയറൻസ്. അതായിരിക്കും അതിന്റെ ഹിസ്റ്റോളജിക്കൽ അപ്പിയറൻസ് ഡയഗ്നോസ്റ്റിക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആൻഡ് ഇമ്യൂണോ ഫിനോടൈപ്പിംഗ് ബി സെൽ ആയിരിക്കും. സോ ബി സെൽ നമുക്കറിയാം ഏതൊക്കെയായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള മാർക്കേഴ്സ്? CD10, CD20 ആൻഡ് CD19. അതായിരിക്കും അവിടെ നമുക്ക് ബർക്കിറ്റ് ലിംഫോമയിലും വരുന്നത്. ഇത് എങ്ങനെയായിരിക്കും പെർസിസ്റ്റ് ആകുന്നത്? പെർസിസ്റ്റ് പെരിഫറൽ ലിംഫഡ്നോപ്പതി, ഒരു എക്സ്ട്രാ നോഡൽ മാസും ഒക്കെ ഉണ്ടായിരിക്കും ഇതിന്റെ പ്രസന്റേഷൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സിനകത്ത്. സോ അത്രയായിരിക്കും ബർക്കിറ്റ് ലിംഫോമ. സോ ബർക്കിറ്റ് ലിംഫോമ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ബി സെൽ നോൺ ഹോഡ്സ്കിൻ ലിംഫോമ ആയിരിക്കും. ഒരു എക്സ്ട്രാ നോഡൽ മാസ് ആയിട്ടായിരിക്കും അത് അപ്പിയർ ചെയ്യുന്നത്. രണ്ട് വേരിയന്റ് ഉണ്ട്, എൻഡമിക് വേരിയന്റ്, സ്പൊറാഡിക് വേരിയന്റും. എൻഡമിക് വേരിയന്റ് മെയിൻലി കാണുന്നത് ആഫ്രിക്കൻ റീജിയൻസിലാണെങ്കിൽ സ്പൊറാഡിക് വന്നിട്ട് അമേരിക്കൻ റീജിയൻസിലായിരിക്കും. എൻഡമിക്കിലാണെങ്കിൽ മെയിൻലി എവിടെ ആയിരിക്കും മാസ് ഉണ്ടാകുന്നത്? ഓൺ ദ ജോ ആയിരിക്കും, ദാറ്റ് ഈസ് മാക്സിലറി ഓർ മാൻഡിബുലർ മാസ് ആയിരിക്കും. വയലൻ സ്പൊറാഡിക് അബ്ഡമിനൽ മാസ് ആയിരിക്കും. ബവലിൽ ഉണ്ടാകാം, പെരിറ്റോണിയത്തിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒവേറിയനിൽ ഉണ്ടാകാം. പതോളജി എവിടെയായിരിക്കും? ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ 8 and 14 ജീൻ ആയിരിക്കും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? 8 and 14 ട്രാൻസ്ലൊക്കേഷൻ ആകുമ്പോഴത്തേക്ക് നിയോപ്ലാസ്റ്റിക് പ്രോലിഫറേഷൻ ഓഫ് ബി സെൽസ് ഉണ്ടായിരിക്കുന്നു, വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ലിംഫോമ.
ഡയഗ്നോസ്റ്റിക് നമുക്ക് എങ്ങനെ പറയാം? ഹിസ്റ്റോളജിക്കലി അവിടെ സ്റ്റാറി സ്കൈ അപ്പിയറൻസും ഇമ്യൂണോ ഫിനോടൈപ്പിങ്ങിനകത്താണെങ്കിൽ നമ്മുടെ ബി സെൽ അല്ലേ, സോ ബി സെല്ലിന് സ്പെസിഫിക് മാർക്കേഴ്സ് ഏതൊക്കെയായിരിക്കും? CD19, CD10 ആൻഡ് CD20 ആയിരിക്കും. സോ അതായിരിക്കും നമ്മുടെ ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യണത്. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ലിംഫോമ പറഞ്ഞു. ലിംഫോമ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ മാലിഗ്നന്റ് ട്യൂമർ അറൈസിംഗ് ഫ്രം ദ ലിംഫോയിഡ് ടിഷ്യൂ. ലിംഫോയിഡ് ടിഷ്യൂ അറൈസ് ചെയ്യുന്ന മാലിഗ്നന്റ് ട്യൂമർ ആയിരിക്കും ലിംഫോമ. സോ ലിംഫോയിഡ് ടിഷ്യൂ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുന്നത്? ലിംഫോയിഡ് ടിഷ്യൂനകത്ത് B and T ലിംഫോസൈറ്റ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ നമ്മൾ പറയുന്നതെല്ലാം ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും സെല്ല് പ്രിഡോമിനന്റ് ആയിട്ട് ഉണ്ടാകുക. ദെൻ അതിന്റെ എവിടെ നിന്നാണോ അറൈസ് ചെയ്യുന്നത് അത് നമുക്ക് നോഡൽ ആൻഡ് എക്സ്ട്രാ നോഡൽ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഹിസ്റ്റോളജിക്കലി നമുക്ക് ഹോട്ട്സ്കിൻ ആൻഡ് നോൺ ഹോട്ട്സ്കിൻ ക്ലാസിഫൈ ചെയ്യാം. സോ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുമ്പോൾ അതിന്റെ എന്തായിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കുവാണെങ്കിൽ പ്രസൻസ് ഓഫ് റീഡ് സ്റ്റാൻബർഗ് സെൽസ് കാണാൻ പറ്റും ഹോട്ട്സ്കിൻ ലിംഫോമയിൽ. ഈ റീഡ് സ്റ്റാൻബർഗ് സെൽസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ആക്ച്വലി ദ ലാർജ് ബി സെൽസ് ആയിരിക്കും. ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് സർട്ടൺ റിയാക്റ്റീവ് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യുന്നു. അത് വന്നിട്ട് എന്തിനെ അട്രാക്ട് ചെയ്യുന്നു? ലിംഫോസൈറ്റ്സിനെയും പ്ലാസ്മ സെൽസിനെയൊക്കെ അട്രാക്ട് ചെയ്തിട്ട് വിച്ച് വിൽ റിസൾട്ട് ഇൻ ദ ലിംഫോമ ഫോർമേഷൻ ആയിരിക്കും. സോ ഈ റീഡ് സ്റ്റാൻബർഗ് സെൽസ് നമ്മുടെ ലാർജ് ബി സെൽസിന് സ്പെസിഫിക് CD മാർക്കേഴ്സ് ഏതൊക്കെയായിരിക്കും? CD10, CD19, CD20. നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള റീഡ് സ്റ്റാൻബർഗ് സെൽസിലുള്ള മാർക്കേഴ്സ് ആയിരിക്കും CD15 CD13. Then what will happen? ഇവിടെ പെയിൻലെസ് ആയിട്ടുള്ള സിമെട്രിക് ലിംഫാഡിനോപ്പതി ഉണ്ടായിരിക്കും. പെയിൻലെസ് ആയിട്ടുള്ള ഇനി ക്ലാസിഫിക്കേഷൻ അതിന്റെ ഹിസ്റ്റോളജി വെച്ചിട്ട് നമുക്ക് ഈ ഡിസീസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയായിരിക്കും? റേസ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. വാട്ട് ആർ ദേ? ലിംഫോസൈറ്റിക് പ്രിഡോമിനന്റ്, നോഡുലാർ സ്ക്ലീറോസിസ്, മിക്സ്ഡ് സെല്ലുലാരിറ്റി ആൻഡ് ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡ്. ലിംഫോസൈറ്റിക് ഡിപ്ലീറ്റഡ് വരുമ്പോഴത്തേക്ക് വേർസ്റ്റ് പ്രോഗ്നോസിസ് ആയിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തായിരിക്കും? പെയിൻലെസ് സിമെട്രിക്കൽ ലിംഫാഡിനോപ്പതി കാണാൻ പറ്റും. യൂഷ്വലി നോൺ ടെൻഡർ ആയിരിക്കും. ആൽക്കോളിക് പേഴ്സണിൽ ടെൻഡർ ആയിരിക്കാം. ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ഉണ്ടായിരിക്കാം. പെൽ എബ്സ്റ്റൻ ഫീവർ ആൻഡ് ഹോർണർ സിൻഡ്രോം എപ്പോഴായിരിക്കും? സെർവൈക്കൽ ട്രങ്കിൽ പ്രഷർ ഉണ്ടാകുകയാണെങ്കിൽ ഹോർണർ സിൻഡ്രോം ഇവിടെ ഉണ്ടായിരിക്കും ഹോട്ട്സ്കിൻ ലിംഫോമയിൽ. ദെൻ ഡയഗ്നോസിസ് എങ്ങനെ ആയിരിക്കും? നോമോസൈറ്റിക് നോമോക്രോമിക് അനീമിയ ആയിരിക്കും. അതേപോലെ തന്നെ ലിംഫ് നോഡിന്റെ ബയോപ്സി ആയിരിക്കും നമുക്കൊരു കൺഫർമേറ്ററി ഡയഗ്നോസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ആബ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും? അതിന്റെ പ്രസന്റേഷൻ ടൈമിൽ എത്രത്തോളം എക്സ്റ്റെൻഡിൽ ഡിസീസ് സ്പ്രെഡ് ആയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ സ്റ്റേജിങ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ആബ ക്ലാസിഫിക്കേഷൻ. ക്ലിനിക്കൽ സ്റ്റേജിങ് ഓഫ് ഹോട്ട്സ്കിൻ ലിംഫോമ 4 സ്റ്റേജ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 1 എങ്ങനെയായിരിക്കും? ഏതെങ്കിലും ഒരു റീജിയൻ, ഒരു അനാറ്റമിക്കൽ റീജിയനിൽ മാത്രമേ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കുള്ളൂ, അതായിരിക്കും സ്റ്റേജ് 1. മോർ ദാൻ 2 ഓർ മോർ ദാൻ റീജിയനിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സ്റ്റേജ് 2. പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഓഫ് ദ ഡയഫ്രത്തിൽ മാത്രമായിരിക്കും. ബോത്ത് സൈഡ് ഓഫ് ദ ഡയഫ്രത്തിൽ ഇൻവോൾവ്മെന്റ് വരുമ്പോഴത്തേക്ക് സ്റ്റേജ് 3. and both extra normal then non-Hodgkin lymphoma എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു? അവിടെ ഈ റീഡ് സ്റ്റാൻബർഗ് സെൽസ് ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും കാരണം വന്നത്? നമ്മുടെ ബി സെൽസിന്റെ അല്ലെങ്കിൽ ടി സെൽസിന്റെ പ്രോളിഫറേഷൻ കാരണമായിരിക്കും ഈ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ ഉണ്ടാകുന്നത്. 90 to 95% എന്തായിരിക്കും? ഈ ബി സെൽസ് പ്രിഡോമിനന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ എന്ന് പറയുമ്പോഴത്തേക്ക് അധികം പറയുന്നത് ബി സെൽസ് പ്രോളിഫറേഷൻ കാരണം ഉണ്ടാകുന്നത് തന്നെ ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ പറഞ്ഞു: സ്മോൾ ബി സെൽ ലിംഫോമ, ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമ ആൻഡ് ലാർജ് ബി സെൽ ലിംഫോമ. സ്മോൾ ബി സെൽ ലിംഫോമയ്ക്കകത്ത് എന്തൊക്കെ വരും? ഫോളിക്കുലർ ലിംഫോമ, മാൻഡിൽ സെൽ ലിംഫോമ, മാർജിനൽ സോണൽ ലിംഫോമ വരും. ഇന്റർമീഡിയറ്റ് ബി സെൽ ലിംഫോമയ്ക്കകത്തായിരിക്കും ബർക്കിസ് ലിംഫോമ വരുന്നത്. Then large B cell lymphomയ്ക്കകത്ത് diffuse large B cell lymphoma welcome. ഇനി ക്ലിനിക്കൽ പിക്ചർ വന്നിട്ട് നമ്മുടെ ഹോട്ട്സ്കിൻ ലിംഫോമയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയുടെ ക്ലിനിക്കൽ പിക്ചേഴ്സ് വേരിയബിൾ ആയിരിക്കും. എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് വന്നിട്ട് മോർ കോമൺ ആയിരിക്കും. എവിടെ? നമ്മുടെ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. നമ്മൾ ബർക്കിൻസ് ലിംഫോമ പറഞ്ഞില്ലേ, എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് ആയിരിക്കും. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ. സോ when compared to Hodgkin lymphoma, എക്സ്ട്രാ നോഡൽ ഇൻവോൾവ്മെന്റ് വന്നിട്ട് കോമൺ ആയിട്ടുള്ളത് നോൺ ഹോട്ട്സ്കിൻ ലിംഫോമയിലായിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഹോട്ട്സ്കിൻ ലിംഫോമ സെക്കൻഡ് ഡെക്കേഡ് ഓഫ് ലൈഫിലായിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ നോൺ ഹോട്ട്സ്കിൻ സെക്കൻഡ് ടു ഫിഫ്ത്ത് ഡെക്കേഡ് ഓഫ് ലൈഫിലായിരിക്കും ഉണ്ടാകുന്നത്. മെയിൽസ് ആയിരിക്കും പ്രിഡോമിനന്റ്ലി അഫക്റ്റഡ് ആയിട്ടുള്ളത്. സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? പെയിൻലെസ് ലിംഫാഡിനോപ്പതി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സ്ട്രാ നോഡൽ എവിടേക്ക് എഫക്ഷൻ ഉണ്ടായിരിക്കും? ടോൺസിലസിൽ, വാൾഡേഴ്സ് റിങ്ങിലൊക്കെ എഫക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ്സ് ടു നമ്മുടെ സ്വോളോയിങ്ങിനും ബ്രീത്തിങ്ങിനും ഒക്കെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാം. ദെൻ പ്രഷർ സിൻഡ്രോം കാരണം ഹോർണർ സിൻഡ്രോം, മീഡിയാസ്റ്റിനൽ സിൻഡ്രോം, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് പോലുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കാം. ദെൻ ടി സെൽ ലിംഫോമ നമ്മൾ എന്ത് പറഞ്ഞു? മൈക്കോസിസ് ഫംഗോയിഡസിസ് എന്ന് പറഞ്ഞു.
അവിടെ എന്തിനായിരിക്കും പ്രോളിഫറേഷൻ ഉണ്ടാകുന്നത്? നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് CD4+ T സെൽസിനകത്തായിരിക്കും. എവിടെ? ഡെർമിസിലും എപ്പിഡെർമിസിലും ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കാരണം ഒരു ക്യാരക്ടറിസ്റ്റിക് സ്കിൻ ലീഷൻസ് ഉണ്ടായിരിക്കും. എങ്ങനെയായിരിക്കും സ്കിൻ ലീഷൻ? ആദ്യം ഒരു നോൺ സ്പെസിഫിക് റാഷ് വിച്ച് ഈസ് റെഡ് ഇൻ കളർ, പിന്നെ അവിടെ പ്ലേക്ക് ഫോർമേഷൻ ഉണ്ടാകും, ദെൻ അവിടെ നൊഡ്യൂൾസ് വരും. അവിടെ നമ്മുടെ ഹിസ്റ്റോപതോളജി, ആ ലീഷന്റെ ഹിസ്റ്റോപതോളജി എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ കാണുന്നത് എന്തായിരിക്കും? T ലിംഫോസൈറ്റ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. ആ T ലിംഫോസൈറ്റ്സിനകത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് ന്യൂക്ലിയസ് കാണും. അതിനെ പറയുന്നതായിരിക്കും സെറിബ്രിഫോം ന്യൂക്ലിയ എന്ന് പറയും. എന്തുകൊണ്ടാണ് ആ സെറിബ്രിഫോം ന്യൂക്ലിയ എന്ന് പേര് വരാൻ കാരണം? നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒരു ഇൻഫോൾഡിംഗ് ഉണ്ടാവും വിച്ച് റിസംബിൾസ് ലൈക്ക് എ സെറിബ്രം. അതുകൊണ്ടാണ് ആ സെറിബ്രിഫോം ന്യൂക്ലിയ എന്ന് പറഞ്ഞത്. ആ സെറിബ്രിഫോം അങ്ങനെയുള്ള സെൽസിന് നമ്മൾ എന്തെന്ന് പറയും? സെറിബ്രിഫോം സെൽസ് എന്ന് പറയും. സോ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? സ്കിൻ ലീഷൻസ് മാത്രമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി സർട്ടൻ പേഷ്യന്റ് സ്കിൻ ലീഷൻസ് മാത്രം ആയിരിക്കത്തില്ല, അത് എങ്ങോട്ടേക്കൊക്കെ പോകാം? ബ്ലഡിലോട്ടും വിസറൽ ഓർഗൻസിലോട്ടും ഒക്കെ പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സെസറി സിൻഡ്രോം എന്ന് പറയും. സോ സെസറി സിൻഡ്രോം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മുടെ മൈക്കോസിസ് ഫംഗോയിഡസിനകത്ത് ലുക്കീമിക് ഫേസ് ഉണ്ടാകുന്നതിനായിരിക്കും നമ്മൾ സെസറി സിൻഡ്രോം എന്ന് പറയുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ സെസറി സിൻഡ്രോം? ഈ സ്കിൻ ലീഷന്റെ കൂടെ തന്നെ പെരിഫറൽ സർക്കുലേഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ സെറിബ്രിഫോം സെൽസിനെ കാണാൻ പറ്റും. സോ ഈ സെറിബ്രിഫോം സെൽസ് പെരിഫറൽ സർക്കുലേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്നായിരിക്കും പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് സെസറി സെൽസ് എന്നായിരിക്കും പറയുന്നത്. മൈക്കോസിസ് ഫംഗോയിഡസ്. Then comes the Burkitt's lymphoma. Burkitt's lymphoma എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് സൈസ്ഡ് ബി സെൽ നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ ആയിരിക്കും Burkitt's lymphoma. ഇതിന് രണ്ട് വേരിയന്റ് ഉണ്ടായിരിക്കും, എപ്പിഡമിക് വേരിയന്റും അതേപോലെ തന്നെ സ്പൊറാഡിക് വേരിയന്റും. എപ്പിഡമിക് വേരിയന്റ് മെയിൻലി ഉണ്ടാകുന്നത് ആഫ്രിക്കൻ റീജിയൻസിലാണെങ്കിൽ സ്പൊറാഡിക് വേരിയന്റ് എവിടെയായിരിക്കും? അമേരിക്കയിലായിരിക്കും ഉണ്ടാകുന്നത്. എപ്പിഡമിക്കിനകത്ത് എവിടെയായിരിക്കും അഫക്ഷൻ മെയിൻലി ഉണ്ടാകുന്നത്? ആദ്യം പറഞ്ഞു നമ്മള് ഈ മറ്റുള്ള ലിംഫോമയെന്ന് ബർക്കിറ്റ്സ് ലിംഫോമയിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എക്സ്ട്രാ നോഡൽ മാസ് ആയിരിക്കും പ്രസന്റേഷൻ ആയിട്ട് കാണുന്നത്. സോ ഇൻ എൻഡമിക് വേരിയന്റ് ആ മാസ് എവിടെയായിരിക്കും? ജോ മാസ് ആയിരിക്കും. ജോ എന്ന് പറയുമ്പോൾ മാൻഡിബിളിലോ മാക്സിലറിലോ മാസ് ആയിരിക്കും. വൈൽ സ്പൊറാഡിക് വേരിയന്റ് ആണെങ്കിൽ അബ്ഡമിനൽ മാസ് ആയിരിക്കും. അബ്ഡമിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ എ ബവൽ അല്ലെങ്കിൽ പെരിറ്റോണിയം അല്ലെങ്കിൽ ഒരു ഒവാറിയൻ മാസ് ആയിരിക്കും പ്രസന്റേഷൻ കാണിക്കുന്നത്. എന്തായിരിക്കും? പതോജനസിസ് ബിറ്റ്വീൻ ദ ട്രാൻസ്ലൊക്കേഷൻ ബിറ്റ്വീൻ 8 and 14 ക്രോമോസോമിലുള്ള ട്രാൻസ്ലൊക്കേഷൻ ആയിരിക്കും അതിന്റെ പതോജനസിസ് എന്ന് പറയുന്നത്. അത് കാരണം എന്ത് സംഭവിക്കുന്നു? നിയോപ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ ഓഫ് ദ ബി സെൽസ് ഉണ്ടാകുന്നു വിച്ച് വിൽ റിസൾട്ട്സ് ഇൻ ദ ലിംഫോമ. അവിടെ എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ഹിസ്റ്റോളജിക്കലി ആൻഡ് ഇമ്യൂണോഫിനോടൈപ്പിംഗ്. ഹിസ്റ്റോളജിക്കലി അവിടെ കാണുന്നത് എന്തായിരിക്കും? സ്റ്റാറി സ്കൈ അപ്പിയറൻസ് ആയിരിക്കും. വൈൽ ഇമ്യൂണോഫിനോടൈപ്പിംഗ് ബി സെൽസിന്റെ തന്നെ ആലോചിച്ചാൽ മതി. CD10, CD19 and CD20. അത്രയായിരിക്കും ലിംഫോമയെ പറ്റിയിട്ട് പറയാനുള്ളത്. സോ വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ അനീമിയ, ലുക്കീമിയ, പ്ലാസ്മ സെൽ ഡിസ്ക്രീഷ്യസ് ആൻഡ് ലിംഫോമ. സോ ഹെമറ്റോളജിയിലുള്ള മേജർ ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇഫ് എനിത്തിങ് ടു ആഡ് ഓർ എന്തെങ്കിലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ഫ്രം ബിഗിനിങ് ടിൽ നൗ ഫുൾ ഹെമറ്റോളജി ഏതെങ്കിലും ടോപ്പിക്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ യു ക്യാൻ ആഡ്.